ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് ലാസ്റ്റ് മന്തിൽ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ചധികം പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഡ്രസ്സ് ഉണ്ട്, പിന്നെ കമ്മലുകളുണ്ട്. ഡ്രസ്സാണ് മെയിനായിട്ട് വരുന്ന. അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോണത്. എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം വ്യൂ പ്രോഡക്റ്റിൽ, ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് 3 കമ്മലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്യോർ വൈറ്റ് സ്റ്റോൺ കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന ഒരു കുന്തൻ ഇയറിംഗ് ആണ്. ഞാൻ മീഷോന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ രീതിയിൽ നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് വരുന്ന 200 സംതിങ് ആണ്. നല്ല അടിപൊളി കമ്മലാണ്. ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ റഫ് യൂസൊക്കെ യൂസ് ചെയ്ത് നോക്കി, എന്നാൽ പോലും കല്ലോ കാര്യങ്ങളോ ഒന്നും ഇളകിയിട്ടില്ല കേട്ടോ. ആൻഡ് ഈ ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ നൈസാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കമ്മൽ. രണ്ടാമത്തെ കമ്മൽ വന്നിട്ട് സെയിം വൈറ്റിൽ തന്നെ വന്നേക്കുന്നതാണ്. ഇതെനിക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ ഞാൻ എന്താ പറയുക, പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റഫ്യൂസ് ആയിരിക്കും. ഞാനിങ്ങനെ സൂക്ഷിച്ച് ചില കാര്യങ്ങൾ മാത്രമേ പൊന്നിച്ച് കൊണ്ടാക്കാറുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ഇട്ട് അവിടെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ കല്ലോ കാര്യങ്ങളോ ഒന്നും ഇളകിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനും അറൗണ്ട് 200 ആ ഒരു റേഞ്ച് എങ്ങാണ്ടാണ് കേട്ടോ. ഇതും എന്താ പറയുക, ഒരു ഈ ഒരു പൈസയ്ക്ക് ഭയങ്കര വേർത്തി ആയിട്ട് പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് അടിയിൽ വന്നിരിക്കുന്ന ബീഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈസാണ് കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഡ്രസ്സിൽ, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓൾറെഡി ഒരു ഡ്രസ്സ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഒരു വയലറ്റ് കളർ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെയോടൊപ്പം ഒക്കെ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കമ്മൽ. മൂന്നാമത്തെ കമ്മൽ ഓൾമോസ്റ്റ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാനും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചൊരു കമ്മലാണ്. ഭയങ്കര ഹ്യൂജ് ആണ് കേട്ടോ. ഇത്രയും ഉണ്ടാവും. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഫുൾ മാലയൊന്നും ആവശ്യമില്ല, ഒരു ഒറ്റ കമ്മൽ മാത്രം മതിയാവും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 197 എങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇത് വന്നിട്ട് ഗ്രീനും റെഡും വൈറ്റിൻ്റെ കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ട് പലർക്കും ഉണ്ടാവും. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗോൾഡിൽ എന്താ പറയുക, ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ആൻഡ് ഇതും ഞാൻ അത്യാവശ്യം റഫ്യൂസ് ചെയ്തിട്ട് കല്ലോ കാര്യങ്ങളോ ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ ഭയങ്കര അടിപൊളിയാണ്. എന്നാൽ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഹെവി ആണെന്ന്, പക്ഷെ അത്ര ഹെവി ഒന്നും അല്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില കമ്മലുണ്ടാവില്ല, ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാതൊക്കെ വേദനിക്കും, തല വരെ വേദനിക്കാൻ തുടങ്ങും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഈ 3 കമ്മലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ടാഗ് ചെയ്തോ എവിടെയെങ്കിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ലാക്മേയുടെ സൺ എക്സ്പേർട്ട് 1% നിയ സീ വാട്ടർ ലൈറ്റ് സൺസ്ക്രീൻ ജെൽ കേട്ടോ. ഇതിനകത്ത് SPF 50 ഉണ്ട്, PA4+ ആണ്. ഇത് ബെസ്റ്റ് ഫോർ ഓയിലി സ്കിൻ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റില്ല. മാത്രമല്ല നമ്മുടെ ഫേസിൽ സപ്പോസ് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടാനിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു XXX ഗ്ലോ ഒക്കെ കിട്ടിയൊരു ഫീലാണ് കേട്ടോ. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ SPF 50, PA4+, UV പ്രൊട്ടക്ഷനും ഉണ്ട്. അടിപൊളിയാണ്. ഓയിലി സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കുറച്ചെടുത്തിട്ട് ഇതേപോലെ, അതായത് 2 ഫിംഗർ റൂൾ അല്ലെങ്കിൽ 3 ഫിംഗർ റൂൾ എടുത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്തായാലും പ്രോഡക്റ്റ് ഞാൻ വ്യൂ പ്രോഡക്റ്റിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി പ്രോഡക്റ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അക്വാ സൺ ജെൽ SPF ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ്. സപ്പോസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്താണ് അഭിപ്രായം എന്നുള്ളത് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ്. ഒരു വൈറ്റ് കളർ സെറ്റാണ് കേട്ടോ. ഇതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീഷോന്നാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ഭയങ്കര വർത്തിയാണ്. ലൈക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഞാൻ അതിട്ടിട്ടുള്ള ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ എന്തെങ്കിലും. എന്താ പറയുക, ഭയങ്കര ഹെവിയാണ്. വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആണ്. നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ള, അതേപോലെ നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ജസ്റ്റ് 1381 ആണ് കേട്ടോ. മീഷോയിൽ പൊതുവെ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ കണ്ട സാധനം ആയിരിക്കത്തില്ല വരെ, പക്ഷെ ഇത് എക്സാക്ട്ലി എന്താണോ അതിനകത്ത് മെറ്റീരിയലിന് കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് പോലെ ഫീൽ ചെയ്തു. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നെയ് പോലത്തെ മെറ്റീരിയലാണ്. അതിനകത്ത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അതല്ലാതെ ഈ ഒരു 1500 ഇത് ഭയങ്കര 1500 അല്ല, എന്നാൽ പോലും 1500 കൊടുത്താൽ പോലും ഇത്
ആ ഒരു പൈസയ്ക്ക് വേർത്തി ആയിട്ട് ഫീൽ ചെയ്തൊരു ഡ്രസ്സാണ് എനിക്ക്. ഇതൊരു ഷോള് വരുന്നുണ്ട്, ടോപ്പും പാൻറ്റും ആണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തേക്ക് വന്നേക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര റിച്ചാണ്. ഒരു എന്താ പറയുക, ഒരു ആപ്റ്റ് ആയിട്ടുള്ള വർക്ക്. ഈ ഒരു മെറ്റീരിയലിന് ഏത് ത്രെഡ് വെച്ചിട്ട് ഏത് സീക്വൻസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതി ചെയ്തേക്കുന്ന നല്ലൊരു വർക്കാണ്. നിങ്ങൾക്ക് കല്യാണം അല്ലെങ്കിൽ റിസപ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് തലേന്നൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ, അല്ലെങ്കിൽ എന്ത് പരിപാടിക്കാണെങ്കിലും നല്ലൊരു ഹെവി ആയിട്ട് എന്നാൽ ബഡ്ജറ്റിലിരിക്കുന്ന ഒരു ഡ്രസ്സ് തപ്പി അല്ലെങ്കിൽ സെറ്റ് തപ്പി അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സെറ്റാണ് കേട്ടോ. ഈ ഒരു സെറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ലിങ്കായിട്ട് എനിക്കറിയത്തില്ല ടാഗ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് നോക്കാം, ടാഗ് ചെയ്ത ആ ഒരു ഓപ്ഷനിൽ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്കായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി അടുത്ത ഒരു പേർപ്പിൾ കളർ സെറ്റാണ്. ഇത് വന്നിട്ട് ഈ വൈറ്റ് വൺ വന്നിട്ട് സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. പക്ഷെ ഇത് വന്നിട്ട് സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു കല്യാണത്തിന് പോകുമ്പോഴേലും ഇട്ടിട്ടുണ്ടായി. ഇത് വന്നിട്ട് നമ്മളുടെ ഇതുപോലുള്ള സ്ലീവാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു കളറിൻ്റെ അകത്ത് ഈ ഒരു വൈറ്റ് കളർ കമ്മലൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ, ലൈക്ക് ഏത് കമ്മലിട്ടാലും വൈറ്റ് കളർ ഭയങ്കര അടിപൊളിയാണ്. ഇതിന് വേറെ എക്സ്ട്രാ മാലേൻ്റെ ഒന്നും ആവശ്യമില്ല. പെർഫെക്റ്റ് സൈസാണ്. വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് എന്താ പറയുക, വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് സൈസ് അടിച്ച് കളയാൻ പറ്റുന്ന പരുവത്തിലാണ്. എന്നാൽ പോലും ഇതും വന്നിട്ട് അറൗണ്ട് 600 or 700 അങ്ങാണ്ടേ ഉള്ളൂ. ഈ ഒരു വയലറ്റ് കളറിന് ടോപ്പ് വരുന്നുണ്ട്, പാൻറ് വരുന്നുണ്ട്, ഷോള് വരുന്നുണ്ട്, എല്ലാം കൂടെ വരുന്നുണ്ട്. ആൻഡ് ഷോളിൻ്റെ എഡ്ജിലൊക്കെ ഇതേപോലെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരെണ്ണമാണ് കേട്ടോ. ഇത് കളറൊന്നും ഇളകുന്നില്ല. ഈവൻ വൈറ്റ് ആണെങ്കിൽ പോലും വാഷ് ചെയ്തിട്ട് ഒരു വലിയ വൃത്തികേടോ അല്ലെങ്കിൽ നമുക്ക് ചില മെറ്റീരിയൽ എല്ലാം ഉണ്ടാവുമല്ലോ, നൂല് പൊങ്ങൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഈവൻ ഇതാണെങ്കിൽ പോലും കളർ ഇളകൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു വയലറ്റ് കളർ എത്രത്തോളം എടുത്ത് പിടിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം ഇട്ടു. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് ഫീൽ ചെയ്ത് തന്നെ ഞാൻ ഡെയിലി ബേസിസിൽ വേണം ഇട്ട് നടക്കും. അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ ഫ്ലെയർ ഡ്രസ്സ്. ഇത് വന്നിട്ട് ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉണ്ടെങ്കിൽ രണ്ടാണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്തിട്ട് വാങ്ങിച്ചോ. അപ്പോൾ ഇത് വന്നിട്ട് പ്യോർ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞ് ഇട്ടത് പോലും അറിയത്തില്ല, അത്രയും നെയ് പോലത്തെ കോട്ടൻ്റെ അകത്ത് ചെയ്തേക്കുന്ന ഒരു ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ആണ്. ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അതിൻ്റെ വീഡിയോ. ഞാൻ ഓൾറെഡി 2 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, അടിപൊളിയാണ്. ഇതല്ലാതെ തന്നെ ഈ ഒരു സെയിം ഓപ്ഷനിൽ, അതായത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഓൾമോസ്റ്റ് എക്സ്ട്രാ 3 വേരിയൻറ്റിലും കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കുറേ നാളായി നോക്കി വെച്ചിട്ട്, പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൈസിൽ ഉണ്ടായിരുന്നില്ല. ഇത് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് സൈസ് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് അത്യാവശ്യം സ്ലീവ് നമുക്ക് ഉള്ളിലോട്ടേക്ക് കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ലൂസ് ആണെങ്കിൽ ഇച്ചിരി വൃത്തികേടായിരിക്കും. അപ്പോൾ കറക്റ്റ് പക്ക സൈസ് ആണെങ്കിൽ നല്ല ഫിറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. നെക്കൊക്കെ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ലീവാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ നെക്ക് വരുന്നതിനൊക്കെ ഈ ഒരു രീതിയിൽ കൈയാണ് വരിക. ആൻഡ് ഇത് വന്നിട്ട് എന്താ പറയുക, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ, പേർപ്പിൾ, പിങ്ക് ആ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഡ്രസ്സാണ്. ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർ, ഇപ്പം കോട്ടൺ ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വേരിയൻ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1397 ആയിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിന് വേർത്തിയാണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൂക്ഷിക്കണം. അതായത് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഉണക്കുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ് പോയിപ്പോൾ. പക്ഷേങ്കിൽ ചില കേസിൽ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ആദ്യം ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോഴേലും പന്നയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെയൊന്നുമല്ല ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഭയങ്കര വർത്തിയാണ്. ഡെയിലി ബേസിസിൽ ഇട്ട് നടക്കാൻ വേണ്ടി പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ലാസ്റ്റ് മന്ത് ഫേവറേറ്റ്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ബൈ.